ഇസ്ലാമിനെ ഒരു ആരാധനാ മതമായി കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. എല്ലാവർക്കും ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമായി കാണാനാണ് ഇഷ്ടം. ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമാക്കാൻ വേണ്ടി ചരിത്രത്തിൽ ശക്തമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകൽ ഇവരുടെ പലരുടെയും ആവശ്യമാണ്. ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകണമെന്ന് പുരോഹിതന്മാർ ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ പുരോഹിതന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട് ഇസ്ലാം ഒരു മതമായി മാറണം. ചരിത്രത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെ ലക്ഷ്യമായിരുന്നു ഇസ്ലാമിനെ ഒരു ആരാധനാ മതമാക്കി മാറ്റൽ, ഒരു അനുഷ്ഠാന മതമാക്കി മാറ്റൽ. ചരിത്രത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെ ആവശ്യമായിരുന്നു. മുതലാളിത്വത്തിന്റെ ആവശ്യമാണ് ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകൽ. സാമ്രാജ്യത്വത്തിന്റെ ആവശ്യമാണ് ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകൽ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ആവശ്യമാണ് ഇസ്ലാം ഒരു ആരാധനാ മതമായി നിൽക്കണം. കാരണം ആരാധനാ മതമായി നിന്നാൽ ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം അവരെല്ലാവരും കൂടി പള്ളിയിൽ ആരാധനയുടെ മഹത്വവും കൂലിയും അത് ചെയ്യേണ്ട രീതിയും പറഞ്ഞ് ഇങ്ങനെ നടന്നോളൂ. വേറെ ശല്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പൊ നമ്മളാകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള നെറുകേടുകളും ഉള്ള ചൂഷണങ്ങളും ഉള്ള അന്യായങ്ങളും ഒക്കെ സ്വസ്ഥമായി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇവരിങ്ങനെ ആരാധനയുടെ കൂലിയും പറഞ്ഞ് അതിൻ്റെ മഹത്വവും പറഞ്ഞ് അതിന് കിട്ടുന്ന പ്രതിഫലവും പറഞ്ഞ് ഈ പള്ളിയും ആരാധനയും പരലോകമായിട്ട് കെട്ടിപ്പടഞ്ഞ് കിടന്നോളൂ. വേറെ ശല്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഒരുവിധമുള്ള സാധാരണ മുസ്ലിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇസ്ലാം ഒരു അനുഷ്ഠാന മതമാകണമെന്നാണ്. കാരണം വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല, വേറെ ഒരു ഇടങ്ങേറും ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞാൽ. കാരണം ആരാധനകൾ അല്ലാഹു കൊടുത്തേക്കാം. ബാക്കി സാമൂഹ്യ രാഷ്ട്രീയ ഇടപാടുകൾ അത് ഇപ്പൊ നമ്മുടെയൊക്കെ ഇഷ്ടം പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മളൊക്കെ സമാധാനിക്കുന്നത് അത് പറഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ ഇവിടെ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കുന്നത് ഇസ്ലാമിനെ ഒരു അനുഷ്ഠാന മതമായി കാണണം, ആരാധനാ മതമായി മാറണം എന്നൊക്കെയാണ്.